ഞാനിങ്ങനെ രാവിലെ തൊട്ട് സലീമേട്ടൻ്റെ ന്യൂസ് കണ്ട് എനിക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി സലീമേട്ടൻ്റെ കുറച്ച് ഡയലോഗ്സ്, അതായത് ഒരു ദിവസം പോലും സലീം കുമാറിൻ്റെ ഒരു ഡയലോഗ് പറയാതെ ദിവസം കടന്നു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കാര്യത്തിൽ സംശയമാണ്. അത്രയ്ക്കും സിനിമ ആസ്വദിക്കുന്ന ഒരാളെന്ന ഞാൻ, അത്രയ്ക്കും എൻ്റെ കുട്ടിക്കാലവും എൻ്റെ ഇത്രയും കാലഘട്ടങ്ങളിലെ സിനിമ ആസ്വാദനത്തിലൊരു വലിയ ഭാഗമാണ് സലീം കുമാർ. അപ്പം ഞാൻ ജെമിനിയോട് പോയി അദ്ദേഹത്തിൻ്റെ കുറച്ച് ഡയലോഗ്സ് ഇങ്ങനെ എഴുതി കൊളാശാക്കി തരുമോ എന്ന് ചോദിക്കാൻ പോയതാണ്. ജെമിനി എന്നെ ഞെട്ടിച്ചളഞ്ഞു. എന്നാൽ ഒരു തിരുത്തുണ്ട്, സലിംകുമാർ മരിച്ചിട്ടില്ല, അദ്ദേഹം സുഖമായിരിക്കുന്നു. ആ മൊമെൻറ്റിലും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് സലീം കുമാറിൻ്റെ ഡയലോഗ് തന്നെയാണ്. എനിക്ക് ഭ്രാന്തായതാണോ അതോ ജെമിനിക്ക് ഭ്രാന്തായതാണോ? ഇനി എങ്ങാനും അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ? പക്ഷേ ഐ ആം ദ സോറി അളിയാന്ന് പറഞ്ഞ് ജെമിനി തെറ്റ് തിരുത്തി. ശരിയാണ്, എൻ്റെ എന്നല്ല, ഒരു ശരാശരി മലയാളിയുടെയും ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഐക്കോണിക് ഡയലോഗ് പറയാതെ കടന്നു പോകുന്നില്ല. അദ്ദേഹം ഓരോ ദിവസവും ഓർമ്മിക്കപ്പെടും, മലയാളിയും മലയാള സിനിമയും ഉള്ളിടത്തോളം കാലം. എന്നെ ചുറ്റും ചേരിയെ കാണാക്കാറ്റായി മറയാതെ